ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ഇന്ദുമതി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് മുറിയിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോഴാണ് അവിടെ മുന്നിൽ തന്നെ നിൽക്കുന്നത് രാധി ഇന്ദുമതിയെ കണ്ടതും രാധി തടഞ്ഞു നിർത്തുകയാണ്. ഇന്ദുമതി അത് കാര്യമാക്കാതെ പോവാണ്. വീണ്ടും പോവാണ്. അപ്പോൾ അവൾ തടഞ്ഞുകൊണ്ട് വീണ്ടും പറയാണ് നിൽക്കാൻ. ഇന്ദുമതിയെ കണ്ട് കളിയാക്കുന്ന രീതിയിൽ രാധി ചോദിക്കുകയാണ്, എന്തു പറ്റി? വലുതായിട്ടൊന്നും പറ്റിയില്ലല്ലോ. ആക്സിഡൻ്റായി എന്നറിഞ്ഞപ്പോൾ ദേഹം മുഴുവനും മുറിവായിട്ട് വരുന്ന ഞാൻ വിചാരിച്ചേ, പക്ഷേ ഒന്നും പറ്റിയില്ലല്ലോ. അതൊന്നും മറുപടി പറയാതെ അകത്തേക്ക് പോകാൻ ഒരുങ്ങാണ്. വീണ്ടും രാധിക തടഞ്ഞു നിർത്താണ്. രാധികെ, എനിക്ക് അകത്തേക്ക് പോകണം, ഒന്ന് മാറുന്നുണ്ടോ? നിൽക്കടി അവിടെ. അകത്തേക്ക് വിടണമെന്ന് വിചാരിച്ചതാ, പക്ഷേ അതിന് മനസ്സനുവദിക്കുന്നില്ല. എന്തായാലും തമ്മിൽ ഏറ്റുമുട്ടി നമുക്ക് രണ്ടുപേർക്കും ഒരു തീരുമാനത്തിലെത്താം. ഇനി ആ കളി തുടങ്ങുന്നേ. പിന്നെ ഓട്ടോ പൊളിഞ്ഞ് പാളീസായി. പിന്നെ 2 ദിവസത്തെ വരുമാനം പോയല്ലോ മോളെ. ദിവസം ഏകദേശം 1500 രൂപ കിട്ടിയാലും 2 ദിവസത്തേക്ക് ഏകദേശം 3000 രൂപയോളം കിട്ടുമല്ലോ. അത് അപ്പടി പോവുമല്ലോ അല്ലേ? നീയാണെങ്കിൽ വീട്ടിൻ്റെ EMI അടക്കാനാണെങ്കിൽ അധികം ദിവസവും ഇല്ല. EMI അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ വീട്ടിൽ വന്ന് തെരുവിളിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേടാവുമല്ലോ ഇന്ദു. എന്ത് ചെയ്യാനാ ഉദ്ദേശം? ലാപ്പകലില്ലാതെ വണ്ടിയൊക്കെ ഓടിച്ച് വീടിൻ്റെ ലോണൊക്കെ അടച്ച് എന്നിട്ട് ഈ വീട് ഒന്ന് കൈക്കലാക്കണം. എന്നിട്ട് വേണം എനിക്കും നീലേട്ടനും കൂടി ഈ വീട്ടിൽ കുടുംബമായിട്ട് കുഞ്ഞും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ. നീ ഇങ്ങനെ വീട്ടിലിരുന്നാൽ അതൊക്കെ എങ്ങനെ നടക്കുക? ഓട്ടോ ഓടിക്കുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ അങ്ങ് ഓടിക്കണ്ടായിരുന്നോ? ഇപ്പോൾ ഏത് കാലത്ത് ലോണടച്ച് വീട് കൈക്കലാക്കാനാ? സന്തോഷമായിട്ട് ജീവിതം തുടങ്ങാം. സാരമില്ല, ഇനി വണ്ടി ഓടിക്കുമ്പോൾ 4 വശത്തും കണ്ണുണ്ടാവുന്നത് നല്ലതല്ല. അങ്ങനെ രാധിയുടെ വായി തോന്നിയതൊക്കെ ഇന്ദുമതിയോട് പറഞ്ഞിട്ട് പോവാണ്. അപ്പോഴാണ് രുക്മിണി അമ്മയും രാജേശ്വരിയും അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവർ ഇന്ദുവിനോട് ചോദിക്കുകയാണ്, എന്താ അവൾ നിന്നോട് പറഞ്ഞിട്ട് പോയേ? എന്തൊക്കെയാ അമ്മേ അവൾ പറയുന്നത്? പല്ല് കൊഴിക്കാനുള്ള ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഒരെണ്ണം കൊടുക്കാൻ എൻ്റെ കൈ തെരിച്ചതാ. അത് കേട്ട രുക്മിണി അമ്മ പറയാണ്, എന്നാൽ പിന്നെ ഉടനെ കൊടുക്കണ്ടായിരുന്നോ? അത് കേട്ട് ഇന്ദുമതി അത്ഭുതത്തോടെ രുക്മിണി അമ്മയെ നോക്കുകയാണ്. അപ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, രുക്മിണി അമ്മ തലകുനിക്കിട്ട് പറയാണ് അത് ചെയ്യേണ്ടതാണെന്ന്. കൊടുക്കാനാണോ അമ്മ പറയുന്നേ? അതെ, ഉറപ്പായിട്ടും കൊടുക്കണം. അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഇന്ദു. മുട്ടായി ചോദിച്ച് കരയുന്ന കൊച്ചുകുട്ടികളെ പോലെ അങ്ങ് നിന്റെ ഭർത്താവിനെ എടുത്ത് കൊടുക്കാൻ. നിന്റെ ജീവിതമാണ് അവൾ തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അവളെ വെറുതെ വിടാൻ പാടുണ്ടോ ഇന്ദു? നീ ആ നാവ് പൊന്താത്ത വിധം എടുപ്പത് ഒന്ന് കൊടുക്ക്. നീ അങ്ങോട്ട് ആരും ഒന്നിനും നിനക്ക് അവകാശപ്പെട്ടത് അധികാരവും പറഞ്ഞ് വരരുത്. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് കയ്യോടങ്ങ് ചെയ്തേക്ക്. ധർമ്മയുദ്ധത്തിൽ നിയമാവലികളൊന്നും ബാധ്യതയാവില്ല. നിന്നോട് ആര് എങ്ങനെ പെരുമാറണമെന്ന് നീ വേണം തീരുമാനിക്കാൻ. രാജേശ്വരിയും ചിരിച്ചുകൊണ്ട് പറയാണ്, ഇന്ദു, നമ്മുടെ കയ്യാ നമ്മുടെ ആയുധം. അപ്പം തന്നെ ഇന്ദുമതി അവളുടെ മനസ്സിലൊരു തീരുമാനം കണ്ടെത്തി. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസും വെള്ളവും വാങ്ങിച്ച് കുടിച്ചു. അതിനുശേഷം സാരിത്തൊമ്പെടുത്ത് മുന്നിലേക്ക് എടുത്തു കുത്തി. എന്നിട്ട് അതിനുശേഷം അവളുടെ അടുത്തേക്ക് പോവാണ്. ആ പോകുന്ന വഴിയിൽ കണ്ട ചൂലൊക്കെ എടുത്ത് വലിച്ച് ദൂരേക്ക് എറിഞ്ഞിട്ടാണ് പോകുന്നത്. അതേസമയം രാധിക ടെറസിൽ കൂടി നടക്കുകയാണ്. ആ സമയത്ത് അവളുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു. ഫോണിൽ നീലൻ്റെയും അവളുടെയും ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ നോക്കി വെള്ളം ഇറക്കി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. ഇന്ദുമതി രാധിയുടെ അടുത്തേക്ക് വച്ച് പിടിക്കുകയാണ്. അപ്പോഴാണ് അടുത്തെത്തിയപ്പോഴാണ് രാധി കാണുന്നത്. രാധി ചോദിക്കുകയാണ്, എന്താ? അപ്പോഴേക്കും ഇന്ദുമതി അവളുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുവരികയാണ്. എന്താ എന്താ എന്ത് എന്തോ എന്ന് പറയും. എന്നെ വിടാൻ പാടിനി ഇവിടെ വരാൻ എന്ന് പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ഇന്ദുമതി. രാധി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എടീ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി നീ എന്നെ തൊട്ടത്? ദേഷ്യത്തോടെ ഇന്ദുമതി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണും ഇയർഫോണും ഒക്കെ വലിച്ചെറിഞ്ഞു ബെഡിലേക്ക്. ദേ ഇന്ദു, എന്നെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുതേ. നിന്റെ ഈ അഭ്യാസം എൻ്റെ അടുത്ത് ചിലവാവില്ല. ആദ്യം നീ എൻ്റെ മുറിയിൽ നിന്നും പുറത്തു കിടക്കാൻ നോക്ക്. ആ കൈ ചൂണ്ടി സംസാരിച്ച കൈയിൻ്റെ വിരൽ ഇന്ദുമതി അവളുടെ പിറകുവശത്തേക്ക് ഓടിക്കുകയാണ്. അമ്മേ വിട്, മിണ്ടിപ്പോകരുത്. അമ്മേ വിട്. എനിക്ക് കൈവേദനിക്കുന്നു. നിന്റെ തലയുടെ പിരിയളയിപ്പോയോ? എനിക്ക് കൈവേദനിക്കുന്നു. എന്താ നീ കാണിക്കുന്നേ?
എൻ്റെ പിരിയല്ലടി നിന്റെ തലയ്ക്ക ഓളം. നിനക്ക് വട്ടാ? അതേടി, എനിക്ക് വട്ടാ. എനിക്ക് വട്ട് തന്നെയാ. എൻ്റെ ഭർത്താവിനെ നീ അടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ എനിക്ക് വട്ട് പിടിക്കും. ഇനി നീ എൻ്റെ ഭർത്താവിൻ്റെ നേരെ കണ്ണുകൊണ്ട് നോക്കിയാൽ ആ കണ്ണ് ഞാൻ ചൂന്നെടുക്കും. അല്ല, എന്തൊക്കെയാ നീ പറഞ്ഞേ? എൻ്റെ ഭർത്താവിനെ നീ അടിച്ചു മാറ്റിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് വെച്ച ഈ വീട് നിങ്ങൾക്ക് തരണം അല്ലേ? ഓ, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഈ വീട്ടിൽ നീ സുഖമായിട്ട് കഴിയും അല്ലേ? അതിവിടെ അടുത്തോട്ട് പോയിട്ട് ചോദിക്കുകയാണ്, സമൂഹത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ പേര് എന്താണെന്നറിയോടി? ആര്യാന്നല്ല പറയാം. എടി, അനാവശ്യം പറയുന്നോ? രാധി ഒച്ച വെച്ച് പറയുമ്പോഴേക്കും ഇന്ദുമതിയുടെ അടി അവളുടെ ചേട്ടത്ത് വീണു കഴിഞ്ഞു. അനാവശ്യം പറയാൻ നിനക്ക് പറ്റുമെങ്കിൽ അനാവശ്യം കാണിക്കാൻ എനിക്കും പറ്റും. നീ ചെയ്യുന്നതും പറയുന്നതൊക്കെ കണ്ട് ഞാൻ പേടിച്ച് വിറച്ചിരിക്കണമെന്നാണോ നീ വിചാരിച്ചത്? ഓ, നീ എൻ്റെ ഭർത്താവിനെ അടിച്ചു മാറ്റുന്നത് നോക്കി ഞാൻ നിൽക്കണോ? നിന്റെ ഈ തോന്നിവാസം ഏത് വീട്ടിൽ ചെന്ന് അഭിനയിച്ചാലും അവർ നിന്നെ അടിച്ച് പല്ല് കൊഴിക്കും. ഇനി നീ നീലേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, നീലേട്ടൻ്റെ വാലിൽ തൂങ്ങി നടക്കാൻ ശ്രമിച്ചാൽ വാലിൽ പിടിച്ച് വലിച്ച് കീറും നിന്നെ ഞാൻ. നീ മിണ്ടരുത്. അപ്പം തന്നെ ഇന്ദുമതിയും പറയാണ്, നീ മിണ്ടരുത്. ശബ്ദം പുറത്ത് വന്നാൽ ആ നാവ് ഞാനിങ്ങ് പിഴുതെടുക്കും. നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയുന്നത് നീ ശ്രദ്ധിച്ച് കേട്ടോ. ചെവി കൂർപ്പിച്ച് കേട്ടിട്ട് അതിനനുസരിച്ച് നീ പെരുമാറിയാൽ നിനക്ക് കൊള്ളാം. നീലകണ്ഠൻ എൻ്റെ മാത്രം ഭർത്താവാ. എൻ്റെ കൂടെ മാത്രം ജീവിക്കാൻ വേണ്ടി എനിക്ക് ദൈവം തന്നതാ. നീ അതിൻ്റെ ഇടയ്ക്ക് കയറി തട്ടിപ്പറിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. നീ അമ്മായിയും മരുമോളും കൂടി വേണ്ടാത്തത് എന്തെങ്കിലും ഒപ്പിച്ചാൽ പിടിച്ച് ഞാൻ രണ്ടെണ്ണത്തിനെയും നടുവടിക്കും എന്ന് മാത്രമല്ല, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനും മടിക്കില്ല. മര്യാദയ്ക്ക് വീട്ടിൽ പോയി ജീവിക്കടി. തന്ത നിനക്ക് നല്ല ഒരുത്തിനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ലേ, അത് കളഞ്ഞിട്ട് നിന എൻ്റെ പുറകെ നടക്കുന്നേ? മര്യാദയ്ക്ക് കെട്ടും കെട്ടിയിട്ട് തഞ്ചാവൂർക്ക് വിട്ടോളണം. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. എങ്ങനെയായിരുന്നു? ഞാൻ അധ്വാനിച്ച് കാശുണ്ടാക്കി ലോൺ അടക്കണം, എന്നിട്ട് എൻ്റെ വിയർപ്പിൻ്റെ ഫലം അനുഭവിച്ച് നിനക്ക് ഈ വീട്ടിൽ കഴിയാമെന്ന് അല്ലേ? അപ്പം കഴിയാൻ എൻ്റെ ഭർത്താവിനെയും നീ കൂടെ കൂട്ടും അല്ലേ? ആ, എന്തൊരു ജീവിതമാണ് ജീവിക്കുന്നത്. നിൻ്റെ ഒപ്പം കളിക്കുന്ന മുരട്ടക്കളവിയുണ്ടല്ലോ, അവൾ ഒരുപാട് കാലം ജീവിച്ച് മടുത്തവളാണ്. അവരുടെ വാക്കും കേട്ടുകൊണ്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നീ ശ്രമിച്ചാൽ കൈയിൻ്റെയും കാലിൻ്റെയും എല്ലൊടിഞ്ഞ് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാവും. ഇനി നീലേട്ടനെ കണ്ടാൽ ഒരു മൂത്ത ജ്യേഷ്ഠനുള്ള സ്നേഹം മാത്രമേ തോന്നാവൂ നിനക്ക്. കേട്ടല്ലോ? മനസ്സിലായല്ലോ നിനക്ക്? നീ ഒരു വിവരമില്ലാത്ത കുട്ടിയല്ലേ, ഞാൻ പറയുന്നത് കേൾക്ക്. വേണമെങ്കിൽ നിനക്ക് പറ്റിയ ഒരുത്തനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് തരാം. നീ ഉറപ്പായിട്ടും ഇനി എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കല്ലേ. കാലം കാര്യങ്ങൾ മനസ്സിലായി കാണും. പോട്ടെ. ഇന്ദുമതി അവിടെ നിന്നും പോയി. രാധിക ദേഷ്യം വരികയാണ്. രാധിക അപ്പം തന്നെ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് നോക്കുകയാണ്. നല്ല അടിച്ചതിൻ്റെ പാട് മുഖത്തുണ്ട്. രാധി കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖം കണ്ടിട്ട് ദേഷ്യത്തോടെ അലറിക്കരയാണ്. നാളിതുവരെ എൻ്റെ അച്ഛൻ പോലും എന്നെ തല്ലിയിട്ടില്ല, എന്നെ നീ കൈവച്ച് അല്ലേടി? അവൾ ഇന്ദുമതി അടിച്ചതും പറഞ്ഞതൊക്കെ വീണ്ടും ഓർക്കുകയാണ്. ആ അമ്മേ, അവൾ കവൾ പിടിച്ചിട്ട് പറയാണ്. രാധിയുടെ അടുത്തേക്ക് വരികയാണ് രുക്മിണി അമ്മയും രാജേശ്വരിയും. എന്നിട്ട് രുക്മിണി അമ്മ രാധിയോട് ചോദിക്കുകയാണ്, ആ അയ്യോ, എന്താ പറ്റിയത്? അവളൊക്കെ ആപ്പിൾ പോലെ ചുവന്നിരിക്കുന്നല്ലോ. അടി കിട്ടിയോന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതെ രുക്മിണിയേച്ചി, അടി കിട്ടിയോന്ന് ചോദിക്കണ്ട. ആരില്ല, പോട്ടെ. അടിയുടെ ശബ്ദം ഉണ്ടല്ലോ, താഴെ വരെ കേൾക്കുന്നുണ്ടായിരുന്നു. കേട്ടപ്പോൾ തന്നെ എൻ്റെ അടി മുതൽ മുടി വരെ വിറച്ചു പോയി രാധികെ. എനിക്കങ്ങനെയാണെങ്കിൽ അടി വാങ്ങിച്ച നിനക്കെങ്ങനെയുണ്ടാവും പറയണോ? പാവം രാധിക. എപ്പോഴും ഒരാൾ മിണ്ടാതെ പോകുമ്പോൾ അത് അവരുടെ ബലഹീനതയാണെന്ന് മനസ്സിലാക്കരുത്. വേണ്ട വേണ്ട എന്ന് വെക്കുന്നത് പേടിച്ചിട്ടായിരിക്കില്ല. ഇത് ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ അവളുടെ നേരെ ചവിട്ടി തേക്കാൻ നോക്കിയതല്ലേ, അപ്പോൾ അടിച്ച് നിന്റെ പരിപ്പിളക്കി കളഞ്ഞില്ലേ? അപ്പോൾ രാജേശ്വരി പറയാണ്, അത് കാണാൻ പറ്റിയില്ലല്ലോ ചേച്ചി. ഇതെന്താ 4 വീട് കേൾക്കാനുള്ള ഒച്ച വെച്ചിട്ടും ഇവൾ ഒന്നും അനങ്ങാതെ ഒരു കൂസലില്ലാതെ നിൽക്കുന്നത്? ആ അയ്യോ രാജി, ഇനിയിപ്പോൾ തല്ല് കിട്ടിയ വഴി ചെവിക്കല്ലെങ്ങാനും അടിച്ചു പോയിട്ടുണ്ടാവുമോ? രാജി, എൻ്റെ സംശയം. നോക്കട്ടെ എന്ന് പറഞ്ഞ് വിരൽ ഞൊട്ടയിട്ടുകൊണ്ട് അവളുടെ ചെവിക്കടുത്ത് പോവാണ്. ഛേ, എന്നെ കളിയാക്കാണോ നിങ്ങൾ? കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. എപ്പോഴായിരിക്കും ചേച്ചി കേട്ടത്? ആ അതൊക്കെ പോട്ടെ,
നിന്റെ അമ്മയെപ്പോലെ പ്രായമുള്ളതുകൊണ്ടും നിനക്ക് മുമ്പ് ഈ ലോകം കണ്ടതുകൊണ്ടും ഞാൻ പറയാം. ഞാൻ കുറച്ച് ഉപദേശങ്ങൾ തരാം കേട്ടോ. അനുസരിച്ച് നടന്നാൽ നിനക്ക് കൊള്ളാം. മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കുമെങ്കിലും പിന്നീട് മധുരിക്കുന്ന മുതിർന്നവർ പറയുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ നിന്റെ നന്മയ്ക്കാണെന്ന് വിചാരിക്കുക. അത് ശ്രദ്ധിക്കാണ്ട് വേറൊരുത്തിയുടെയും ഭർത്താവിനെ മോഹിച്ചു നടന്നാൽ ഇതായിരിക്കും ഗതി. മുഖം തൊട്ടുകൊണ്ട് രുക്മിണി അമ്മ പറയാണ്. അപ്പോൾ രാജേശ്വരി പറഞ്ഞു കൊടുക്ക് ചേച്ചി. ഓ, രുക്മിണി അമ്മ വീണ്ടും പറയാണ്. ഭർത്താവിനെ പങ്കിട്ടെടുക്കാൻ നോക്കിയാൽ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിന് സഹിക്കോ? അത് കൊണ്ട് ഇനിയെങ്കിലും അഭ്യാസമൊക്കെ ഒടിച്ചു മടക്കി കച്ചിലെടുക്കാതെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. എന്തായാലും എൻ്റെ മോളുടെ അതേ പ്രായമല്ലേ, വേണ്ട ഒരു സ്നേഹം. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് പതുക്കെ പതുക്കെ ഇങ്ങനെ മുഖത്ത് വെച്ച് കൊടുത്താൽ മതി. നിന്റെ കല്ലിച്ച് കിടക്കുന്നിടത്ത് ഒരാശ്വാസം കിട്ടും. ഇതേ നാളെ ഇവിടെ മുഴുവൻ കറുത്ത് ഇരുണ്ടിരിക്കും. ഇനി അത് പോവാൻ 1-2 ആഴ്ച എടുക്കും. ഇടക്കെങ്ങാനും നിന്നെ പെണ്ണ് കാണാൻ വല്ല ചെറുക്കന്മാരും വന്നാൽ വല്ലവരുടെയും ഭർത്താവിനെ മോഹിച്ചതിൻ്റെ പേരിൽ കിട്ടിയ തല്ലാണിത്, അതിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞാൽ അയ്യയ്യേ ചേച്ചേ കേട്ട് അവൻ കണ്ടം വഴി ഓടിയാലോ? കണക്കിടാവില്ലേ? അതെ അതെ ചേച്ചി. ഈ കല്ലിച്ച കരുവാളിപ്പൊക്കെ പോകുന്നത് വരെ മോള് വീട്ടിൻ്റെ പുറത്തിറങ്ങി നാട്ടുകാർക്ക് തല കാണിക്കരുത് കേട്ടോ. നാട്ടുകാർ വല്ലതും ചോദിച്ചാൽ കാരണം പറഞ്ഞ് സ്വയം നാറേണ്ടതില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഈ സംഭവം നമുക്കിടയിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഞങ്ങളിതൊന്നും കണ്ടിട്ടുമില്ല, ആരോടും പറയേയില്ല. ഉറപ്പായിട്ടും ഇവള് പറയില്ല. അയ്യോ ചേച്ചി, എന്ത് പറയാനാ ചേച്ചി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. രുക്മിണി പോയതിന് ശേഷം രാജേശ്വരി കളിയാക്കിക്കൊണ്ട് പറയാണ്. ഐസ്, ഹാ ചിരിച്ചുകൊണ്ട് പോവാ. അവൾക്കാണെങ്കിൽ കവിളത്ത് നല്ല വേദനയും. പിന്നെ ഇന്ദുമതി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങാണ്. അപ്പോൾ രുക്മിണി അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്. ഇന്ദു, എന്താ അമ്മേ, നീ പുറത്തേക്ക് എവിടേക്കോ പോവാണെന്ന് തോന്നുന്നു. അമ്മേ, നീലേട്ടനെ ഒന്ന് ചെന്ന് കണ്ടിട്ട് വരട്ടെ ഞാൻ. എന്താ പെട്ടെന്ന്, എന്താ കാര്യം? എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് നീലേട്ടനെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത തോന്നൽ. ഓ ഓ നീലകണ്ഠനോട് എൻ്റെ മോൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു. അമ്മയ്ക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ചെല്ല് നടക്കട്ടെ. അതിരിക്കട്ടെ, നീ എങ്ങനെ ഇപ്പോൾ പോകാൻ പോകുന്നേ? ഞാൻ അമ്മേ ഓട്ടോയിൽ പോയിക്കോളാം. ഒന്ന് വീണ് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ശരീരത്തിലെ മുറിവൊന്നും ശരിക്കും ഉണങ്ങിയിട്ട് പോലുമില്ല. ഇതിൽ തന്നെ തകർന്നു കിടന്ന ഓട്ടോ എപ്പോഴാണ് റെഡിയാക്കിയത്? വണ്ടിയൊക്കെ നന്നാക്കിയിട്ട് നീലേട്ടൻ ഓട്ടോ ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഓ ഇന്ദു, ഡോക്ടർ നിന്നോട് ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ? ഇതിനിടയ്ക്ക് ഓട്ടോ എടുത്ത് ഓടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഓട്ടോ ഒന്നും എടുക്കാൻ പോകുന്നില്ല. ഞാനൊന്ന് ഹോട്ടൽ വരെ, എനിക്കതൊന്നും പറഞ്ഞുകൂടാ. അല്ല, നീലകണ്ഠൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇങ്ങോട്ടേക്കല്ലേ വരുന്നേ? നീ കണ്ടാൽ മതിയാവും. അമ്മേ അങ്ങനെ പറയല്ലേ, ഞാൻ സൂക്ഷിച്ചു പോയിട്ട് കണ്ടുവന്നോളാം. പ്ലീസ് അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. പ്ലീസ് അമ്മേ, പെട്ടെന്ന് വരാം. ഞാനിനി സൂക്ഷിച്ചേ വണ്ടി ഓടിക്കൂ. അല്ല അമ്മേലേ, ഞാൻ പോയിട്ട് വരട്ടെ, പെട്ടെന്ന് നീ വന്നേക്കാം പ്ലീസ്. ശരി, പതുക്കെ ഓട്ടോ ഓടിച്ച് പോയാൽ മതി കേട്ടോ. ശരി അമ്മേ, തിരിച്ചു വരുമ്പോൾ ഞാൻ നീലാട്ടിൻ്റെ കൂടെ വരാം. അമ്മേ, സൂക്ഷിച്ചു പോകണം കേട്ടോ. കിട്ടിയ സന്തോഷത്തിൽ അവൾ നീലേട്ടൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. വണ്ടിയും എടുത്ത് അവൾ വണ്ടി ഓടിക്കുന്നതിനിടെ ഓരോരോ കാര്യങ്ങളും ചിന്തിക്കുകയാണ്. അമ്മയുടെ സമ്മതവും വാങ്ങിച്ചിട്ട് അവൾ സന്തോഷത്തോടെ വണ്ടിയെടുത്ത് പോവാണ്. വണ്ടിയെടുത്ത് പോകുന്ന വഴി അവൾ നീലേട്ടനെ കാണുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത്. കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു നീലേട്ട എന്ന് പറയണം എന്നുള്ളൊരു വെപ്രാളത്തിലാണ് അവൾ പോകുന്നത്. എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ അവൾ പോവുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.